ഹായ് ഫ്രണ്ട്സ്, ബോനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടാബ്ലൂവിൽ കളേഴ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ടേബിളിനെ റിപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ടാബിളിന്റെ ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം ഈ ഓൾറെഡി ഞാൻ ഡാറ്റനെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ ടാബിൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഡാറ്റ ആഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ ഡാറ്റയിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം സബ് കാറ്റഗറീനെ സബ് കാറ്റഗറി ക്ലിക്ക് ചെയ്തിട്ട് റോസിലേക്ക് വലിച്ചിടുന്നു. ഓക്കെ, ദെൻ സെഗ്മെന്റ് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്തിട്ട് കോളംസിലേക്ക് വലിച്ചിടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സം ഓഫ് സെയിൽസിനടുത്ത് ഞാൻ എന്താക്കി, നേരെ സെയിൽസ് ക്ലിക്ക് ചെയ്ത് വലിച്ച് ഇതിലേക്ക് കളേഴ്സിലേക്ക് ഇട്ടു. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ടോട്ടൽ സം ഓഫ് സെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ കളേഴ്സ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഈ കളേഴ്സ് മാത്രം ചേഞ്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് അറിയില്ലല്ലോ. അപ്പോൾ വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം, ഇവിടെ മുകളിൽ ടോപ്പിൽ ഇവിടെ ടി എന്നുള്ളത് കണ്ടോ, ഷോ മാർക്ക് ലേബൽ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. അപ്പോൾ ഇവിടെ ഫോൺസ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നത് കൺസ്യൂമർ ഡിവിഷനിലാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കളറിൻ്റെ ബ്രൈറ്റ്നസ് ഏറ്റവും കൂടുതൽ കണ്ടോ, ബ്ലൂ കളർ. അപ്പോൾ ഇതിനെ ഇനി ടോട്ടൽ വ്യൂവിൽ എൻ്റർ ദ സ്ക്രീൻ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, അതിൽ എൻ്റർ വ്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ഒരു ഡാഷ്ബോർഡായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിന് പേര് ചേഞ്ച് ചെയ്യണം. ഈ ഷീറ്റ് നമ്പറിൻ്റെ പേര് ചേഞ്ച് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. നമ്മുടെ ഹൈലൈറ്റ് ദ ടേബിളിനോട്. ഓക്കെ, ദെൻ ഇതിൻ്റെ കളർ എനിക്ക് ചേഞ്ച് ആക്കണമെങ്കിലോ, ഈ കളർ ക്ലിക്ക് ചെയ്യുക, ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് കളർ വരും. എഡിറ്റ് കളർ വന്നിട്ട് ഇതിൽ നിന്ന് കളർ മാറ്റേണ്ടത് ഏതിൻ്റെ കോമ്പിനേഷനാണ് വേണ്ടത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, ഡൈവേർജിങ് എന്നുള്ളത് കൊടുക്കും. എന്നിട്ട് ശേഷം അപ്ലൈ കൊടുക്കുക. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, കളർ ചേഞ്ച് ചെയ്ത് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ടേബിൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.